രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മുതലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, ഈ ശ്രമമൊന്നും ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്. എന്നാൽ ഇതിന് മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ട് അപ്പോൾ വന്നില്ല? അവിടെയാണ് എനിക്ക് സംശയമുള്ളത്. ഈ ചെയ്യുന്നതൊക്കെ 4-5 മാസങ്ങൾക്ക് മുമ്പേ ചെയ്യാമായിരുന്നല്ലോ. ഉണ്ടെങ്കിൽ ഈ പോലീസ് പ്രത്യേകമായിട്ട് കേരള ഗവൺമെൻറ് അന്വേഷണ സമിതി ഒരു കമ്മിറ്റി ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് മൊഴി കൊടുത്തില്ല ഇത്ര കാലം വരെ? വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. അദ്ദേഹം ചെയ്ത തെറ്റിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുത്തു. ആ തീരുമാനം മുഴുവൻ ശരിയായിരുന്നു. ആ തീരുമാനം ലംഘിച്ചത് അയാൾ ഒറ്റയൊരുത്തനാണ്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. ഇതുവരെ കേട്ടതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് ഉണ്ടായ അനുഭവം? വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്താണ്? ഇപ്പോൾ പരാതി വന്നപ്പോൾ പരാതിയുടെ സമയം ശരിയായില്ല എന്ന് പറയുന്നതൊക്കെ ജനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. നമസ്കാരം. നാടെങ്ങും വല വിരിച്ച് പോലീസ് കാത്തിരിക്കുകയാണ് ലൈംഗിക പീഡന കേസിൽ അകപ്പെട്ട പാലക്കാട് MLA-ക്ക് വേണ്ടി. അതിജീവിതയുടെ പരാതി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി തൊട്ടടുത്ത നിമിഷം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഔദ്യോഗിക വാഹനം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി മുങ്ങുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ഗുരുതര വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും ഇറക്കി. തനിക്കെതിരായ രാഷ്ട്രീയ നീക്കം എന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം. ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിടുന്ന പാലക്കാടിന്റെ MLA-യെ കണ്ടവരുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വസന്ത് സിറിയക്, CPM-ൽ നിന്ന് ഡോക്ടർ ഷിജു ഖാൻ, യൂത്ത് കോൺഗ്രസിന്റെ ശ്രീമതി സജന ബി സജൻ, BJP-യിലെ ശ്രീ VS ജിതിൻ ദേവ്, ഒപ്പം തന്നെ റിട്ടയർഡ് SP ശ്രീ KM ആന്റണി എന്നിവരാണ്. ശ്രീ സജന, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക ആരോപണ പരാതിയിൽ ഹൈക്കമാൻഡിന്റെ ഒക്കെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി പോയിരുന്നു, ഒരു ആവശ്യം പോയിരുന്നു, അപേക്ഷ പോയിരുന്നു താങ്കളുടെയൊക്കെ. ഇന്നിപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. സുരേന്ദ്രൻ പറയുന്നത് 15 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട്. ഈ പരാതികൾ പുറത്തു വരാതിരിക്കാൻ അതിജീവിതകളുടെ മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. രാഹുലിനെ സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസിൽ തന്നെ പുതുതായി രൂപം കൊണ്ട ഒരു അധോലോക സംഘമാണെന്നാണ്. ഈ ഒരൊറ്റ പരാതി മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലെ പരാതികൾ ഉണ്ടാകുമ്പോൾ അതിനെ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതിനെ മൂടിവെക്കാനോ ഉള്ള ശ്രമം കോൺഗ്രസിൽ തന്നെ ഉണ്ടായി എന്നുള്ള ആരോപണം ശരിയാണോ? ഒരിക്കലുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഉണ്ടായ, എനിക്ക് തോന്നുന്നു 2025 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ 2 ദിവസത്തിന് അതിന് തൊട്ട് 2 ദിവസത്തിന് മുൻപാണ് ഈ ഒരു ഓഡിയോ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതും അദ്ദേഹത്തിന് മേലുള്ള ആരോപണങ്ങൾ കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ നടന്നതും. പക്ഷെ കോൺഗ്രസ് ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരുന്നത്. മറ്റൊരു പാർട്ടിയും ഇതുവരെയും ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാക്കളെയും മാറ്റി നിർത്താത്തൊരു സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടിയുടെയും സ്ത്രീപക്ഷ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തകരുടെ വികാരവും മനസ്സിലാക്കിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു ആരോപണ വിധേയനെ
ഉടനെ തന്നെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലേക്ക് മാറ്റിക്കൊണ്ട് വളരെ മികച്ച ഒരു മാതൃകാപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള യാതൊരു തലത്തിലുള്ള നടപടികളും AICC-ക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയത്? ഞാൻ പരാതിയിൽ നൽകിയിരുന്നത് ഒരിക്കലും പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നില്ല. അല്ല, സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്ന് നീക്കണം എന്നാണ് ശ്രീമതി സജന ഈ അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയിട്ടുണ്ട്, പിന്നെ മറ്റ് ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ AICC-യും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഇല്ലല്ലോ. ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഒരു പക്ഷേ ജനങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ ഈ ഒരു നയം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു പാർട്ടി എടുത്തിരിക്കുന്ന ഈ സസ്പെൻഷനിലാക്കിയ ഈ നടപടി ഒരു പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഇത് ഇരട്ടത്താപ്പ് നയമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ AICC കത്ത് കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ജനം തെറ്റിദ്ധരിച്ചേക്കാം, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളത്. ശരി, അങ്ങനെയാണെങ്കിൽ മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ എന്തുകൊണ്ടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. പല നേതാക്കളും അവരുടേതായ വ്യക്തിപരമായ നിലപാടുകൾ തുറന്നു പറയുകയാണ്. ഞാൻ എൻ്റെ നിലപാട് തുറന്നു പറഞ്ഞതുപോലെ മാത്രമേ K സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് തുറന്നു പറഞ്ഞതായി മാധ്യമങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു പരാതി അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിലോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളിലേക്കോ ഒരു തരത്തിലുള്ള പരാതികളും വന്നിട്ടില്ല എന്നാണ് സജന പറയുന്നത്, അല്ലേ? കാരണം മുൻപ് റിനി ഈ ഇത്തരം ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത് ഒരു പിതാവ് ഒരു പുത്രിക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക അതുപോലെ ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. മറ്റു പലരും AICC-ക്കും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷിക്കും ഒക്കെ ഇതുപോലെയുള്ള പരാതികൾ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ചൊന്നും ശ്രീമതി സജനയ്ക്ക് അറിയില്ല. ഈ ഒരൊറ്റ കേസേ താങ്കൾക്ക് അറിയൂ, അല്ലേ? ഇപ്പോൾ എൻ്റെ അറിവിലേക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരൊറ്റ പരാതിയുടെ വിഷയം മാത്രമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരുപക്ഷെ റിനി ഇതിനു മുൻപ് പറഞ്ഞിരിക്കാം. ഒരിക്കലും റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് പാർട്ടിക്ക് ലഭിച്ചതായി ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ട് പാർട്ടി ആസ്ഥാനത്തേക്ക് ഒരു പെൺകുട്ടികളുടെ പോലും പരാതി ലഭിച്ചതായി ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല. ഒരു സാങ്കേതികമായ കാര്യമാണല്ലോ. അതായത് ഇതുപോലെയുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്, സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ നേതാക്കൾ അറിഞ്ഞാൽ തന്നെ രാഹുലിനെ തിരുത്താം, ശാസിക്കാം, മുന്നറിയിപ്പുകൾ കൊടുക്കാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ കാര്യം മാത്രമാണ്. അപ്പോൾ സജന ബി സനിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് മറ്റേതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ എന്തെങ്കിലും സ്വഭാവത്തിലുള്ള പരാതികൾ ഉള്ളതായി അറിയില്ല. ഇല്ല, ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനോട് റിനി വന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം താങ്കൾ തന്നെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹം അതിന് നൽകിയ മറുപടിയും പ്രസക്തമാണ്. ഒരു പരാതി ലഭിച്ചാൽ ഒരു പിതാവ് എങ്ങനെ ഒരു നടപടി എടുക്കാൻ കഴിയുമോ അതേ തരത്തിൽ അദ്ദേഹം നടപടി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കൈക്കൊള്ളേണ്ടുന്ന നടപടി, അതായത് പാർട്ടിയുടെ നടപടി പോലെയാണത്. നടപടി അദ്ദേഹം സ്വീകരിച്ചിരുന്നതായും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, പാർട്ടി നടപടി എടുത്തു, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ രാഹുൽ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. ഇവിടെ നേതാക്കളൊക്കെ തന്നെ താങ്കൾ പറയുന്നു ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളില്ല, ഞങ്ങൾ അതിന് നടപടി എടുത്തിട്ടുണ്ട്. ഇത്ര അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ സജന മറ്റൊരു പരാതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ AICC-ക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഞാനിത് കുറച്ച് മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. ഞാൻ പരാതി കൊടുത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് പോലൊരു ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ക്ഷണമോ ഒന്നുമില്ലാതെ തന്നെ
തിരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് പോലൊരു ജില്ലയിൽ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയും അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രമാണ് അല്ല, ആവശ്യപ്പെട്ടത്. അങ്ങനെയാണോ? അതോ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് അവരുമായി ചർച്ച ചെയ്യണം എന്നാണോ താങ്കൾ ആവശ്യപ്പെട്ടത്? രണ്ടാണല്ലോ. ഇപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തണം എന്നതല്ല താങ്കൾ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. വനിതാ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇതിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഇതിൽ അതിജീവിതയെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിൽ കണ്ട് ചർച്ച ചെയ്യണമെന്നും താങ്കൾ ആവശ്യപ്പെട്ടു എന്നാണ്. എന്തായിരുന്നു അതിന്റെ ആവശ്യം അങ്ങനെയാണെങ്കിൽ? ഈ രണ്ട് ആവശ്യങ്ങളും ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം, ഇതുപോലെ ഒരു ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുന്നു. ഈ ആരോപണം നേരിട്ട ഈ സമയത്ത് ഇത്രയും നാളായിട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, അതായത് AICCയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ നടപടി എടുത്തു എന്നുള്ളതിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷൻ, ദേശീയ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ആ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരിൽ നിന്നും പരാതിയിൽ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട് എന്നുള്ളതും ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം. അതായത് സജന, ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകണം. അതിനു മുൻപ് അതായത് ഇപ്പോഴുണ്ടായിരുന്ന കോൺഗ്രസിന്റെ നടപടിയിൽ സജനയെ പോലെ ഒരു വനിതാ നേതാവിന് അതൃപ്തി ഉള്ളത് കൊണ്ടുകൂടിയാണ്, അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നടപടി ആവശ്യമാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് താങ്കൾ പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയത്. ശരിയല്ലേ? അതൃപ്തിയുണ്ട് എന്നുള്ളതല്ല ഇതിനകത്തെ കാര്യം. ആ വിഷയത്തിൽ കൂടുതലായ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ്. സജന തന്നെ പറഞ്ഞു പാർട്ടി നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്ന്. സജന തന്നെ പറഞ്ഞു പാർട്ടി മാതൃകാപരമായ നടപടി എടുത്തിട്ടുണ്ടെന്ന് സജന തന്നെ പറഞ്ഞു. പുറത്താക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി മാറ്റി, ഇതൊക്കെ നടപടിയാണ്. പിന്നെ സജന പറയുന്നത് പിന്നെയും സജന നേരിട്ട് കത്തയച്ച് AICCയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ വനിതകളെ അംഗങ്ങളാക്കി വെച്ചൊരു കമ്മീഷനെ വെച്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിൽ പ്രകടമാകുന്നത് നിലവിലെ സ്ഥിതിഗതികളിലുള്ള അതൃപ്തിയാണല്ലോ, അല്ലാതെ പിന്നെന്താ കാര്യം? ഞാൻ എന്നെ ഒന്ന് പറയാനൊന്ന് അനുവദിക്കണം. ഞാൻ ഇതിനകത്തെ അതൃപ്തിയല്ല ചൂണ്ടിക്കാട്ടിയത്. ഈ ഒരു വരാൻ പോകുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ഈ ഒരു ആരോപണ വിധേയൻ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെന്നാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇതുപോലൊരു ആരോപണ വിധേയനെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഒരു ചർച്ച പൊതുജനങ്ങൾക്കിടയിൽ വന്നാൽ അത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വിഷയത്തിൽ കുറച്ച് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അല്ലാതെ പാർട്ടി നേതൃത്വം എടുത്ത ഒരു നടപടിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ആ സത്യാവസ്ഥ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ നിയമ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അതിജീവിതയായിട്ടുള്ള ഒരാളുണ്ട്, അവരെ ഇതൊരു ക്രിമിനൽ കുറ്റകൃത്യം എന്ന നിലയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പോലീസും സംവിധാനങ്ങളും ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാവ് എന്ന നിലയിൽ താങ്കൾ ആ വഴിക്ക് കൂടി നീങ്ങേണ്ടതായിരുന്നു. അത് ഞാൻ എൻ്റെ അഭിപ്രായമായി പറഞ്ഞതാണ് ശ്രീമതി സജന. താങ്കൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. ശ്രീ വസന്ത് സിറിയക്, നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കണ്ടോ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് ഉടൻ തന്നെ ഒരു നടപടി എടുത്തിരിക്കുന്നു, സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി എന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതൊരൊറ്റപ്പെട്ട പരാതി ഒന്നാണെങ്കിലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ദുരനുഭവം അയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന സ്വഭാവത്തിൽ പലതരത്തിലുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിന് മുന്നിലും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിനിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം. ഇപ്പോൾ ഈ പാലക്കാട് MLA എവിടെയാണെന്നറിയില്ല, അദ്ദേഹം പരസ്യമായി വെല്ലുവിളിക്കുകയും കേസ് കൊടുക്കട്ടെ ഞാൻ നേരിട്ടോളാം സത്യം ജയിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയുണ്ട്, അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് നൽകിയ ഔദ്യോഗിക വാഹനം അജ്ഞാത കേന്ദ്രത്തിലാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരു മാരുതി സ്വിഫ്റ്റിൽ അദ്ദേഹം ഇന്നലെ കടന്നു കളഞ്ഞതാണ്. എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. സംസ്ഥാന സർക്കാർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പൊടിക്കൈയാണ്, ഇത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത്.
എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു വലിയ തെറ്റിനെ കുറിച്ച് കോൺഗ്രസ് സംസാരിക്കാതെ ഇതിന്റെ സന്ദർഭം തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്? അല്ല, ശ്രീ ഗോപികൃഷ്ണൻ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് വ്യക്തതയുള്ള CPM-ന്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രതിനിധി ഉണ്ടല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ 24-ലടക്കം ഞാൻ ചർച്ചയ്ക്കിരുന്ന സ്വർണ്ണ കൊള്ളയടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. ശശീന്ദ്രനും ശശിയും അടക്കമുള്ള വിഷയങ്ങളിൽ മറ്റു പല ചാനലുകളിൽ ഇരുന്നപ്പോഴും അവിടെയും ഇടതുപക്ഷത്തിന് പ്രതിനിധി ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങ് നോക്കൂ, കോൺഗ്രസിന് ഔദ്യോഗികമായി KPCC അംഗീകരിച്ചു വിടുന്ന വക്താക്കൾ ഈ വിഷയത്തിൽ എല്ലായിടത്തും ചർച്ചയിലുണ്ട്. കാരണം ഞങ്ങളെടുത്ത നിലപാടിൽ തെളിമയുണ്ട്. ആ നിലപാട് വ്യക്തതയോടുകൂടി കേരള പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ആർജവുമുണ്ട്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ, ഇപ്പോൾ അതൊരു പരാതിയായി മാറി, ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് എടുക്കാൻ പറ്റാവുന്ന പരമാവധി നടപടി അത് ഈ പാർട്ടി എടുത്തു കഴിഞ്ഞു. അതെന്റെ സഹപ്രവർത്തക സജനയും പറഞ്ഞു. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, നിസാര പദവിയല്ല. ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തോട് ഡയറക്ഷൻ കൊടുത്ത് രാജിവെപ്പിച്ചു ഈ പാർട്ടി. രണ്ടാമത്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വരേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു, മാറ്റി നിർത്തി. പക്ഷേ MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചു. ആ തെളിമയുള്ള പക്ഷേ MLA ആയി തുടരാൻ നിങ്ങൾ അനുവദിച്ചു ശ്രീ വസന്ത്. അതിൽ നമ്മുടെ മുമ്പിൽ ഗോപികൃഷ്ണൻ, അതിൽ നമ്മുടെ മുമ്പിൽ മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ. ആ ബെഞ്ച് മാർക്ക് ഞങ്ങളൊന്നും അല്ല വെച്ചത്, CPM ആണ് വെച്ചത്. മുകേഷ് MLA ആയി തുടരട്ടെ. അല്ല, ബെഞ്ച് മാർക്ക് നോക്കിയിട്ടല്ലോ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾ CPM-നെ പോലെയല്ല, ഞങ്ങൾ ഇതര രാഷ്ട്രീയ സംഘടനകളെ പോലെയല്ല. ആരോപണം ഉയർന്ന ഉടൻ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ മാറ്റി. പക്ഷെ പാലക്കാടിന്റെ MLA പദവി അലങ്കരിക്കുന്ന ആളായി നിങ്ങളുടെ രാഹുലിനെ അവിടെ പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ജനങ്ങളോട് നിങ്ങൾക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അല്ല ഗോപികൃഷ്ണൻ, വളരെ കൃത്യമാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അടുത്ത വരുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ അടുത്ത മുഖ്യമന്ത്രി, അടുത്ത UDF-ന്റെ മന്ത്രിസഭ വരുമ്പോൾ അതിൽ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആക്കി കളഞ്ഞേക്കാം എന്ന് പറഞ്ഞോ? അതിൽ ഫോറസ്റ്റ് വകുപ്പിന്റെ മന്ത്രിയാക്കിയേക്കാം എന്ന് പറഞ്ഞോ? അല്ല, അറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അധികാരം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യില്ലെന്ന് ആര് കണ്ടു? കാരണം MLA പദവിയിൽ നിന്ന് നിങ്ങൾ മാറ്റിയില്ലല്ലോ. MLA പദവിയിൽ നിന്ന് നിങ്ങൾ മാറ്റിയില്ലല്ലോ ശ്രീ വസന്ത്. അപ്പൊ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇതൊന്നും ചെയ്യില്ല എന്ന് ഇപ്പൊ ആര് കണ്ടു? MLA പദവി രാജിവെക്കണം. പിന്നെ കോൺഗ്രസിൽ നിന്ന് അല്ല ശ്രീ വസന്ത്, ഞാൻ താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തരാം. ഇടയ്ക്ക് കയറി പിന്നെ ഞാൻ ഇടപെടുന്നു എന്നുള്ള പരാതി താങ്കൾ പറയുന്നത് ഞാൻ സമയം തരാം. പക്ഷെ ഒറ്റ കാര്യം, അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, ഒക്കെ ശരിയാണ്. ഈ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്തും രാഹുൽ ഉണ്ടായിരുന്നു, വീടാന്തരം കയറി ഈ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. പിന്നെ ആശാ വർക്കർമാരുടെ സമരത്തിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസ് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഇടങ്ങളിലൊക്കെ കാലുകുത്താൻ എനിക്ക് കഴിയുമെങ്കിൽ വീട് കയറി പ്രചാരണം നടത്താനും ഞാൻ ഉണ്ടാകും എന്ന് രാഹുൽ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിച്ച് സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങ് പറഞ്ഞു ഓരോന്നിനും എണ്ണി മറുപടി പറയാം. അങ്ങ് ഇടപെടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങ് പറഞ്ഞത് പാലക്കാട്ടെ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ്. ആ വിഷയത്തിലാണ് സജന പരാതി കൊടുത്തതെന്ന് എൻ്റെ സഹപ്രവർത്തക, യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ എൻ്റെ സഹപ്രവർത്തകയാണ് സജന തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് പാലക്കാട് ഉണ്ടായത്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ച സമയത്ത് അയാൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചവർ, അയാൾക്ക് വേണ്ടി വീട് കയറിയവർ, അയാൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് മേഖലയിൽ മുഴുവൻ പ്രവർത്തിച്ചവർ, ആ സാധാരണക്കാരായ പ്രവർത്തകർ ഈ തവണ മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് വൈകാരികമായ അടുപ്പമുള്ളവർക്കാണ് ബൂത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, ഒന്നുമല്ലാത്തവർ, അവരുമായി വൈകാരികമായ അടുപ്പത്തിന്റെ പുറത്ത്, അവർ വിളിച്ചതിന്റെ പുറത്ത് അയാൾ വീട് കയറിയിട്ടുണ്ടാവും. അത് വാർത്തയായപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യത്തെ രണ്ടാമൻ, ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിലെ കേരളത്തിലെ ഒന്നാമൻ, പാർട്ടിയുടെ CLP ലീഡർ ശ്രീ VD സതീശൻ അടക്കമുള്ളവർ വ്യക്തമായ നിലപാട് പറഞ്ഞു. പാർട്ടി അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി അങ്ങനെ ആരും അവിടെ വീട് കയറണ്ട എന്ന് കൃത്യമായി പറഞ്ഞില്ലേ? രാഹുൽ മാങ്കൂട്ടം തന്നെ ഇപ്പൊ നിങ്ങൾ ഒളിവിലാണ് എന്ന് പറയുന്നത് എന്തൊരു അവസ്ഥയാണ് ശ്രീ വസന്ത് സിറിയക്. അതായത് പാർട്ടി നേതാക്കൾ പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, സസ്പെൻഷനിലാണെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എനിക്ക് ഇവിടെ കാലുകുത്താൻ പറ്റുമെങ്കിൽ, കാലുകുത്താൻ പറ്റുന്നിടത്തോളം കാലം, കാലുകുത്തി നടക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ ഈ പ്രചാരണ രംഗത്തുണ്ടാകുമെന്ന്. ആരെയാണ് രാഹുൽ വെല്ലുവിളിക്കുന്നത്? ജനങ്ങളെയോ കോൺഗ്രസ് നേതൃത്വത്തെയോ? ആരെയാണ്? UDF-ന്റെ
അല്ല ശ്രീ ഗോപികൃഷ്ണൻ, UDFന്റെ ഭാഗമായുള്ള പ്രചരണ രംഗത്തല്ല അയാൾ ഉള്ളത്. അയാളുടെ കൈ കൂച്ചുവിലങ്ങിട്ട് കെട്ടിവെക്കാൻ വേണ്ടി ഇന്ദിരാഭവനിൽ നിന്ന് ഓർഡർ ഇടാനൊന്നും പറ്റില്ലല്ലോ. അയാൾ വീട് കയറാൻ തീരുമാനിച്ചു, അയാൾ വീട് കയറുന്നു. അയാൾ എല്ലാ കാലത്തും പിണറായി വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളാണ്. അയാൾ അത് വീടുകളിൽ കയറി സംസാരിച്ചു, കേൾക്കുന്നവർ കേട്ട് കാണും. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും ഞങ്ങളുടെ ഔദ്യോഗിക പാനലായോ ഞങ്ങളുടെ ഔദ്യോഗിക സ്റ്റാർ ക്യാമ്പയിനറായോ ഒന്നുമല്ല അയാൾ വീട് കയറിയത്. ഞാൻ മറ്റു അതിഥികൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. വസന്ത് ഒരൊറ്റ സെക്കൻഡ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമാകുകയും ശബരിമല സ്വർണ്ണ കവർച്ച ചർച്ചയാവുകയും പ്രമുഖർ അറസ്റ്റിലാകുകയും ചെയ്യുമ്പോൾ പൊതുശ്രദ്ധ തിരിക്കാനുള്ള BJP സഹായത്തോടുള്ള നീക്കമാണ് ഈ നടന്നിരിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. ആ അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? അല്ല, നോക്കൂ ഗോപികൃഷ്ണൻ, ഞാനും ഒരു അഭിഭാഷകനാണ്. നമ്മൾ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പ്രയേഴ്സ് അത് പറയുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. അവിടെ നമ്മൾ കൃത്യമായി എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഈ മുൻകൂർ ജാമ്യത്തിന് എതിരായി നമ്മൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസിന് സാഹചര്യം ഒരുക്കിയത് എന്നത് പറയും. അത് പറയുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകന് അല്ലെങ്കിൽ രാഹുലിന് വ്യക്തിപരമായി അങ്ങനെ ചിന്തിക്കാൻ തോന്നിയെങ്കിൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഔദ്യോഗികമായി പാർട്ടിയെ സംബന്ധിച്ച് ഇതിപ്പോ കോൺഗ്രസിന്റെ പെടലിക്ക് ചാരുന്നതിൽ അതിൽ CPM-ന് തൽക്കാലം സ്വർണ്ണക്കൊള്ള അടക്കമുള്ളത് മറയ്ക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഷിജു ഖാൻ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. BNS-ന്റെ 64, 89, 115, 359 വകുപ്പുകൾ, IT നിയമത്തിലെ 66C. വാറണ്ട് കൂടാതെ പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ പ്രതിയെ കാണാനില്ല, കടന്നു കളഞ്ഞിരിക്കുന്നു. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകളെ പഴുതടയ്ക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് രാഹുൽ എന്നറിയില്ല. ഇത് രാഹുലിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചിലർ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഒരു നിയമസഭാ സാമാജികനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമയം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലീസിന് കേരളത്തിൽ പിടിക്കാൻ കഴിയാത്തത് എന്ന ആരോപണം BJP ഉന്നയിച്ചിട്ടുണ്ട്. മറുപടി പറയാം താങ്കൾക്ക്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു, ഈ പരസ്പര ഉഭയകക്ഷി ബന്ധപ്രകാരമുള്ള സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു, യുവതിയുമായി അടുപ്പത്തിലായിരുന്നു, കാലങ്ങളായി അറിയാം. എന്നിട്ട് ആ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം ത്തിന്റെ രാഷ്ട്രീയം, യുവതിയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമൊക്കെ വെച്ച് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. പിന്നെ CPM-നെതിരെയുള്ള ആരോപണം, മുഖ്യമന്ത്രി നേരിട്ട് പരാതി വാങ്ങുന്നു, വലിയ സംഭവമാക്കി മാറ്റുന്നു, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ആയുധമാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതികളെ CPM ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മറുപടി. ഇവിടെ വാസ്തവത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് കേരളത്തിലെ വീടുകളിൽ ഈ വിഷയം ടെലിവിഷനിലൂടെ കാണുന്ന ആളുകൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഇത്തരം വാർത്തകളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ രാഷ്ട്രീയ ആരോപണത്തിൻ്റെയോ അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി ഉയർന്നു വരുന്ന ഒരാരോപണത്തിൻ്റെതോ ആയ വിഷയമല്ല. ഇതൊരു കടുത്ത മനുഷ്യാവകാശ പ്രശ്നമാണ്. അതായത് ഒരു യുവതിയെ ക്രൂരമായി നേരിടുകയും ഒരു ഗർഭസ്ഥ ശിശുവിനെ തന്നെ കൊല്ലുന്നതിനു വേണ്ടി അശാസ്ത്രീയമായ മനുഷ്യത്വ വിരുദ്ധമായ പദ്ധതികൾ ചമയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഗർഭസ്ഥവതിയായ യുവതിയുടെ ജീവന് പോലും ഭീഷണി നേരിടുകയും ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. അപ്പം ഞാൻ ശ്രീ ഗോപികൃഷ്ണൻ ആ കോൾ റെക്കോർഡ് പുറത്തു വരുന്ന സമയത്ത് ഞാനൊരു വാഹനത്തിലിരുന്ന് അത് ഒന്ന് തുടങ്ങി കേൾക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആ യുവതിയുടെ കുറച്ച് സമയത്തെ ആ പ്രതികരണം വാസ്തവത്തിൽ എന്നെ നടുക്കിക്കളഞ്ഞു. താങ്കളെയും പൊതുവിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവതി അടക്കമുള്ള ആളുകളെയും വളരെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആ പുറത്തു വന്ന കോൾ റെക്കോർഡ്. ഒരു സംശയവുമില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി അതിൻ്റെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി മാറിയ ഒരാൾ
അയാൾക്കെതിരായിട്ട് ഗുരുതരമായ ശ്രീ ഒരു ഷിജു ഖാൻ, ആരോപണം അവിടെ ഈ അതിന്റെ വാങ്കുവിളി കേൾക്കുന്നുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോ ശരിയായെന്ന് തോന്നുന്നു അല്ലേ? ശരി, ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ശരി. ആ വാങ്കുവിളി കഴിയുമ്പോഴേക്ക് വരാം. ഓക്കെ, ഞാൻ വരാം. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോയ ശേഷം വരാം. അല്ലെങ്കിൽ താങ്കൾ പറയുന്നതും അത്ര വ്യക്തമായി കേൾക്കില്ല. ഓക്കെ, ശരി. VS ജിതിൻ ദേവ്, എന്തുകൊണ്ടാണ് ഈ 15 പെൺകുട്ടികളെ ഒരു ആൺകുട്ടികളെയും രാഹുൽ പീഡിപ്പിച്ചു? പരാതികൾ പുറത്തു വരാതിരിക്കാൻ അതിജീവിതയുടെ മേൽ സമ്മർദ്ദം, പിന്നെ MLA കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതൊരു വിശ്വാസയോഗ്യമല്ല എന്നൊക്കെ BJP ആരോപിക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇത് BJPയും CPMും ചേർന്നുള്ള ഒരു കളിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നാണ്. പക്ഷെ നിങ്ങൾ പറയുന്നത് ബോധപൂർവം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സംരക്ഷണം ഒരുക്കുന്നതിൽ സർക്കാരുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണത്? ഗോപി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി എന്തായാലും പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു വ്യക്തിക്ക് കാണണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കാണാൻ സാധിക്കില്ല. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി സമീപിച്ചിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ആ പെൺകുട്ടി കണ്ടത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ഒരാൾ ആരാണെന്നും എന്താണ് പരാതിയെന്നും ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടല്ലെങ്കിൽ പോലും ഒരു വിവരം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ലഭിക്കുന്നുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ സ്വിഫ്റ്റ് കാറിൽ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഒളിവിൽ പോകുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഈ LDF സർക്കാരാണ്. അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അതിനുശേഷം പണ്ടൊക്കെ പറഞ്ഞല്ലോ കോഴിയെ പിടിക്കുന്നു, മുട്ടയെടുക്കുന്നു ഒക്കെ പറഞ്ഞല്ലോ, ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മുഖ്യമന്ത്രി കൊണ്ട് കൊടുക്കുന്നു. പിന്നെ അതിനകത്ത് താങ്കൾ ചില കൺഫ്യൂഷൻ പറഞ്ഞു. ശരി, പക്ഷേ ഒരു FIR ഇട്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടല്ലേ പിന്നെ അറസ്റ്റും തുടർ നടപടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. ഗോപി, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 മാസമാവുന്നു. ചർച്ചകളിലെല്ലാം കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന കേട്ടില്ല. അല്ല, പരാതി ഇല്ലായിരുന്നല്ലോ. അല്ല, പറയട്ടെ, ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഔദ്യോഗിക പരാതി എവിടെയെന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ എന്താണ് പരാതിയെന്നും ആ പരാതിയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള ഏകദേശ രൂപങ്ങളും ഈ പറഞ്ഞ വാട്സ്ആപ്പ് ചാറ്റിലും ഫോൺ റെക്കോർഡിങ്ങിലൂടെ കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ഞെട്ടലോടെ കേരളത്തിന്റെ പ്രബുദ്ധ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു പരാതി കൊടുക്കാനാണ് ഇത്രയത്തോളം സഹിച്ച് ആ പെൺകുട്ടി വന്നതെന്ന് അറിയാൻ വയ്യാത്ത പൊട്ടന്മാരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത്? അത് ആർക്കെങ്കിലും അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ കണ്ട് രഹസ്യമായി പരാതി കൊടുക്കാമെന്ന പെൺകുട്ടി ആ പരാതി കിട്ടിയ നിമിഷത്തിൽ തന്നെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തപ്പെട്ട ലോ ആൻഡ് ഓർഡർ ADGPയോട് പറയാമല്ലോ, അല്ലെങ്കിൽ DGPയോട് പറയാമല്ലോ. നോക്കൂ, ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി തന്നിരിക്കുന്നു. അയാൾ കോൺഗ്രസ് പ്രവർത്തകർ തോളിലേറ്റിക്കൊണ്ട് പാലക്കാട് തെരുവിലൂടെ തെക്ക് വടക്ക് നടക്കുകയാണ്. അയാളെ സർവൈലൻസ് വെക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് നിർദ്ദേശം കൊടുക്കാമല്ലോ. ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ആ പരാതിയുടെ കണ്ടന്റ് ഉൾപ്പെടെ പുറത്തേക്ക് വന്നു. മാധ്യമങ്ങൾ 2-3 മണിക്കൂർ ഇത് ചർച്ചയാക്കിയ സമയത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ ഇവരുടെ ഈ നെക്സസ് സൃഷ്ടിച്ച ആ ഒളിവ് സങ്കേതത്തിലേക്ക് പോകാനായിട്ട് വഴി കാട്ടിക്കൊടുത്തത് കേരളത്തിന്റെ പോലീസ് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഏറ്റവും ഗുരുതരമായ വകുപ്പുകളല്ലേ ഇട്ടിരിക്കുന്നത് FIR-ൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ്? അല്ല, ഏറ്റവും ഗുരുതരമായ വകുപ്പുകളല്ലേ ജിതിൻ ഇട്ടിരിക്കുന്നത്? ഇപ്പൊ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ഒരാള് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് ഗോപി പിന്നീട് FIR ഇട്ടിട്ട് അയാൾ ദാണ്ട മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ സാഹചര്യം ഒരുക്കി കൊടുത്തതാരാണ്? പരാതി ലഭിച്ചു. കേരളം കഴിഞ്ഞ 3 മാസമായി ചർച്ച ചെയ്യുന്ന വിഷയം, ഔദ്യോഗികമായി പരാതിയില്ലാത്ത വിഷയം, സുമോട്ടോ കേസെടുത്ത് അന്വേഷണം നടത്തേണ്ട വിഷയം, ആ വിഷയത്തിൽ ഔദ്യോഗികമായി രേഖാമൂലം പരാതി ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പക്കലെത്തി. ആ സെക്കൻഡിൽ ഇയാളെ സർവൈലൻസിലാക്കണ്ടേ? അതിനുശേഷമല്ലേ അതിജീവിതയുടെ മൊഴിയെടുത്ത് FIR-യുടെയും കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ രാഹുൽ ഒറ്റ സെക്കൻഡ് ശ്രീ ജിതിൻ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഒരു ഭാഗം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടി തനിക്കെതിരായ നീക്കം BJP CPM ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. മാത്രമല്ല, ആ യുവതി ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നതായി അവർ പറയുന്നതിൻ്റെ ശബ്ദരേഖ, ഫോൺ കോളുകൾ ഈ കോടതിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ
തനിക്കെതിരെ പരാതി നൽകണം എന്ന് സ്ഥാപനം പറഞ്ഞിരുന്നതായി യുവതി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് തെളിവായി യുവതിയുടെ ശബ്ദ സന്ദേശം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതോ എന്തായാലും അമിത്ഷായുടെ പേര് പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. സാധാരണ ഇവർ അമിത്ഷായുടെ പേരൊക്കെ പറഞ്ഞു. അമിത്ഷായും പിണറായി വിജയനും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്നൊക്കെ സാധാരണ. എന്തായാലും BJP CPM എന്ന് പറഞ്ഞതിനകത്ത് അത്രത്തോളം പറഞ്ഞു വെച്ചു. ഗോപി, നമ്മളിത് എന്താണ് ചർച്ച ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന് മാതൃകയാകേണ്ട, സ്ത്രീപക്ഷ സമൂഹത്തെ കൂടെ നിർത്താൻ തയ്യാറാകേണ്ടുന്ന, സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടുന്ന ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി, ഒരു MLA, 2 ലക്ഷത്തോട് മുകളിൽ ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, വിവാഹിതയാണെന്ന് അറിയാവുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഒന്നിലധികം പെൺകുട്ടികൾക്കുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞും തെളിഞ്ഞും പൊളിഞ്ഞും ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം സഞ്ചരിച്ച സഹയാത്രികളായിട്ടുള്ള പെൺകുട്ടികളെല്ലാം വിളിച്ചു പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ദത്തുപുത്രിയെ പോലെ കാണുന്ന പെൺകുട്ടി പറയുന്നു. അപ്പോ ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന് മുഴുവൻ വില പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ലൈംഗിക വേട്ടക്കാരനാണ് ഇയാൾ. അയാളെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന്. ആ സമയത്ത് വസന്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി. നിങ്ങളുടെ പാർട്ടിക്കും നിങ്ങളുടെ പ്രസ്ഥാനത്തിനും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ പാലക്കാടിന്റെ ജനസമൂഹം സഹിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? അപ്പോ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ഇവർക്ക് സാധിക്കില്ല. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കോൺഗ്രസിൽ A ഗ്രൂപ്പ് ഉണ്ട്, I ഗ്രൂപ്പ് ഉണ്ട്, Z ഗ്രൂപ്പ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പം കോൺഗ്രസിൽ ഒരേ ഒരു ഗ്രൂപ്പുള്ളൂ. ആ ഗ്രൂപ്പ് ഷാഫി രാഹുൽ നെക്സസ് ആണ്. രാഹുലിനെതിരെ നടപടിയെടുത്താൽ ഇന്ദിരാഭവന്റെ ഓഫീസ് പൂട്ടി താക്കോല് ഈ പറഞ്ഞ രാഹുലിന്റെ അനുയായികളുടെ, മറ്റേ ഗുളികയായിട്ട് പോയ ജോവിയുടെ കയ്യിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു അനുയായികളുടെ കയ്യിലോ കൊടുക്കേണ്ടി വരും. ആ സാഹചര്യത്തിലേക്ക് ഈ കോൺഗ്രസ് പാർട്ടി അതപ്പതിച്ചു പോയിരിക്കുന്നു. നിലപാട് പറയാൻ സാധിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് നോ കമന്റ്സ്. സണ്ണി ജോസഫ് എന്താണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. നിലപാട് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫേസ്ബുക്കിൽ അമ്പോ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലേക്ക് ഈ പാർട്ടി ഇന്നിപ്പോൾ സണ്ണി ജോസഫും വി ഡി സതീശനും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജിതിൻ. ഇന്നിപ്പോൾ സണ്ണി ജോസഫും വി ഡി സതീശനും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ശരി, ഞാൻ ഒരു മിനിറ്റ് ജിതിൻ ഞാൻ വരാം. ശ്രീ ഷിജു ഖാൻ നേരത്തെ സംസാരിച്ച ഇടയിൽ നമ്മളത് നിർത്തിയതാണ്. ഞാൻ ചോദ്യം ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, താങ്കൾക്ക് പറയാം. ഇല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരുടെ പ്രത്യക്ഷമായ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിലിനുണ്ട്. കാരണം കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും പോലുള്ള വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവരുടെ KPCC യോഗത്തിലോ UDFൻ്റെ യോഗത്തിലോ രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള പൊസിഷൻ എടുക്കുന്നു എന്നുള്ളതല്ല ചർച്ച. പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിയിലേർപ്പെട്ട അതിക്രൂരമായ സമീപനം ഒരു യുവതിയോട് സ്വീകരിച്ച വ്യക്തിയെ പരസ്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഈ വിഷയത്തെ പിന്നെ ശബരിമലയുടെ വിഷയവുമായിട്ടും അതല്ലെങ്കിൽ BJP CPM എന്തോ കൂട്ടുകെട്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടും കോൺഗ്രസും അതോടൊപ്പം അതിന് മറുപടി എന്ന നിലയിൽ BJP ഇത് CPMൻ്റെ പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും പോലീസും രാഹുലിനെ സംബന്ധിച്ചെടുക്കുന്ന നിലപാടുമൊക്കെ ഇവിടെ കേരളീയ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഞാൻ പറയാം, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങേയറ്റം ആളുകളോട് ജനാധിപത്യപരമായി പെരുമാറുന്നവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരുപാട് ആളുകളെ നമുക്കൊക്കെ വ്യക്തിപരമായി അറിയില്ലേ? അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരും അതിനു മുമ്പ് പ്രവർത്തിച്ചവരുമായ എത്ര പേരെ നമുക്ക് വ്യക്തിപരമായി അറിയാം? ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നമുക്ക് എത്രയോ പേരെ വ്യക്തിപരമായി നമുക്കറിയാം. ഇന്ന് വാസ്തവത്തിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിന് കൊടുക്കുന്ന സംരക്ഷണം ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒട്ടേറെ കോൺഗ്രസിൻ്റെ സുഹൃത്തുക്കൾ, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. പിന്നെ ഗോപികൃഷ്ണൻ, എത്ര പേരാണ് ഈ നിലപാട് വാസ്തവത്തിൽ കോൺഗ്രസ് പോലൊരു പാർട്ടി സ്വീകരിക്കാൻ പാടുള്ളതല്ല എന്ന അഭിപ്രായമുള്ള ഒട്ടേറെ ആളുകളുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം, എന്താ സംഭവിക്കുന്നത്?
ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വരികയും അതിൻ്റെ കോൾ റെക്കോർഡ് പുറത്തു വരികയും അദ്ദേഹത്തിൻ്റെ മറുപടികൾ പ്രതികരണങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പിച്ച് ഗോപികൃഷ്ണനോട് പറയാം, വലിയ നിലയിലുള്ള പിന്തുണ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമാണ്. അല്ല ശ്രീ ഷിജു, ചില നേതാക്കന്മാരുടെ ബി ജെ പി ഉന്നയിച്ച ആരോപണം താങ്കൾ കേട്ടില്ലേ? ഈ MLA 24 മണിക്കൂറായിട്ട് പിടികൂടാൻ പറ്റാത്തത് ഒരു സംരക്ഷണം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ട് എന്ന സംശയം അല്ലെങ്കിൽ എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ. പിന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തതിലെ രാഷ്ട്രീയവും ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം കൂടി ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അപ്പോൾ ചില ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ഇനി കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കന്മാരുടെ കുടുംബവുമായി ചേർത്തുകൊണ്ട് വിശ്വസനീയമായ വിവരങ്ങൾ തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ യുവതിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒട്ടേറെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇനി എന്താ വരുന്ന റെക്കോർഡിലെ സംഭവങ്ങൾ എന്താണ് ഗോപികൃഷ്ണൻ? അത് നമ്മൾ കേവലം പിന്നെ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ആളുകൾ പറയുന്ന കാര്യമാണോ? എന്താണ് അബോർഷന് നിർബന്ധിക്കുന്ന അതിൻ്റെ മരുന്നുകൾ നിയമവിരുദ്ധമായ അശാസ്ത്രീയമായ ഇന്ന് രാജ്യത്ത് ഉള്ള നിലവിലുള്ള നിയമങ്ങൾക്ക് മുഴുവൻ വിരുദ്ധമാണ്. ഞാൻ ഈ അബോർഷൻ എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ഗോപികൃഷ്ണൻ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ഗർഭിണികളായ അനേകായിരങ്ങൾ ഈ ടെലിവിഷൻ ചർച്ച കാണുകയാണ്, കുഞ്ഞുങ്ങൾ കാണുകയാണ്, ഗർഭസ്ഥവതികൾ ഇത്തരം ചർച്ചകൾ കാണുകയാണ്, അവരുടെ രക്ഷിതാക്കൾ കാണുകയാണ്, അവരുടെ ഭർത്താക്കന്മാർ കാണുകയാണ്. എത്ര ഗുരുതരമായ അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജീവഹാനിക്ക് പോലും കാരണമായേക്കാവുന്ന അശാസ്ത്രീയമായ സമീപനങ്ങൾ ഒരു ജനപ്രതിനിധി, ഒരു MLA സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വിഷയമാണോ ഇത്? ഇത് ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നം ഇവിടെ ഉയർന്നു വരികയാണ്. പിന്നെ BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ നിരാശപ്പെടുത്തുകയാണ്. BJPയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ കാരണം? നമ്മൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഓക്കെ, ഇതിനിടയ്ക്ക് കൊള്ളാം, ഇതൊരു തദ്ദേശ ഇലക്ഷനാണ്, അപ്പോൾ ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ പിണറായി ഗവൺമെൻറ്റിനും പോലീസിനും ഇട്ട് 2 കൊടുക്കാം എന്നൊരു സമീപനമാണോ BJPയുടെ നേതാവ് ഇത്തരം ചർച്ചകളിൽ സ്വീകരിക്കേണ്ടത്? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ CPIM-നോ ഇടതുപക്ഷത്തിനോ എതിരായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളോ ഞങ്ങളൊക്കെ അതിനെ ഞങ്ങൾക്കതിന് മറുപടിയുണ്ട്, ഞങ്ങളത് പറയും, ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. രാഷ്ട്രീയ വിഷയം വേറെയല്ലേ? ഇത്തരം വിഷയങ്ങളിൽ ഒരു പോലീസ് കർശനമായ നടപടി സ്വീകരിച്ചു, വളരെ ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചാർജ് പിന്നെ വെച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നു, അങ്ങനെ ഒരാളെ പിന്നെ സംരക്ഷണം കൊടുക്കുന്നു ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ ഞാൻ BJPയുടെ നേതാവിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങയുടെ പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ കേരളത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ ഒരാളെ ഇത്ര ഗുരുതരമായൊരു നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയ ആളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സർവ്വ പിന്തുണയും വാസ്തവത്തിൽ ഈ ഘട്ടത്തിൽ ശരി ഷിജു, ഞാൻ അതിലേക്ക് വരാം. നമ്മളോടൊപ്പം റിട്ടയർഡ് SP ശ്രീ KM ആന്റണി സാർ കൂടി. ഞാൻ ജിതിൻ ഒരു മിനിറ്റ്, ഞാൻ ശ്രീ ആന്റണി സാറോട് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോട്ടെ. ആന്റണി സാർ, ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഈ വിഷയത്തിന്റെ ഒരു ഭാഗമാണ്, അതായത് അതിലെ രാഷ്ട്രീയം കൂടി കലർന്നൊരു ഭാഗമാണ്. പക്ഷെ ഇനി നമ്മൾ ഇതിൻ്റെ നിയമപരവും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്ക് വരികയാണ്. 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതിന് മുന്നിലുള്ള അല്ലെങ്കിൽ അതിന് വേണ്ട ചില തെളിവുകൾ, ഇപ്പോൾ ഫോൺ റെക്കോർഡുകൾ, ഡിജിറ്റൽ രേഖകളൊക്കെ പരാതിക്കാർ തന്നെ നൽകിയിട്ടുമുണ്ട്. ഏത് വേഷത്തിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എന്നിട്ടും 24 മണിക്കൂറായിട്ടും ജനപ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഔദ്യോഗിക വാഹനം എവിടെയാണെന്നും അദ്ദേഹം എവിടെയാണെന്നും നമ്മുടെ പോലീസിന് കണ്ടെത്താതെ ഇരിക്കുന്നതിന് അതിലെന്തെങ്കിലും അസ്വാഭാവികത ആന്റണി സാറിന് തോന്നുന്നുണ്ടോ, ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ? ഗോപികൃഷ്ണൻ, അതിൽ ഈ പറഞ്ഞതിൽ രണ്ടായിട്ട് ഞാനതിന് മറുപടി പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരാം. പക്ഷേ വാഹനം കണ്ടെത്താൻ പറ്റുമായിരുന്നു. അത് ഒരു സാധാരണ നിലയ്ക്ക് വാഹനം എവിടെയാണ് എന്നുള്ളത് അറിയാം. കാരണം വാഹനം എവിടെയോ ചെന്നിട്ട് അപ്രത്യക്ഷമാവുകയാണ്. ആ വാഹനം അങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ആ വാഹനത്തിന് നമ്പറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മറ്റടയാളങ്ങളുമുണ്ട്. വാഹനം കണ്ടെത്താം, അല്ലെ കണ്ടെത്തേണ്ടതാണ്. അതിന് സമയം അതിക്രമിച്ചിട്ടില്ല
അപ്പോൾ നമ്മളിപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് അപ്പോൾ തന്നെ ഇതിലെ നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ് ചെയ്തത്. എന്തു തന്നെയായാലും 3-4 മാസങ്ങളായിട്ട് ശ്രീ രാഹുൽ മാക്കൂട്ടം MLA-ക്കെതിരായിട്ട് ആ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലുമൊക്കെ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു കേസ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അല്ല ആന്റണി സാർ, ഞാൻ ചോദിച്ചത് ഇപ്പോൾ നമ്മുടെ ഒരു BJP പ്രതിനിധി പറഞ്ഞു 24 മണിക്കൂറായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ കഴിയാതിരുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. അതിൽ ഈ അയാളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു രീതി ഉണ്ടെന്നൊക്കെ. അങ്ങനെ പോലീസിന്റെ കണ്ണിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം എന്ന് പറയാനൊക്കെ ഇല്ല. അദ്ദേഹം പറഞ്ഞതിന് അതിനും അനുബന്ധമായിട്ട് ഞാൻ പറയാം. കാരണം ഒരാൾ പരാതി തരുമ്പോൾ തന്നെ അയാളെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റില്ല. പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതിയുടെ നിജസ്ഥിതി അറിഞ്ഞ് എന്താണത് ഒരു അന്വേഷണം തുടങ്ങിയെങ്കിൽ മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ആരുടെയെങ്കിലും പേരിൽ ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ നിയമം പറയുന്നില്ല. അങ്ങനെ ഒരു അറസ്റ്റ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇവിടെ വരാൻ സാധ്യതയുള്ള ചർച്ചയിലെ വിഷയങ്ങൾ? അപ്പോൾ അത് ഒരിക്കലും അത് ശരിയല്ല. കാരണം പോലീസിൻ്റെതായ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അവരുടെ ആ യുവതിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ എടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് പരാതിക്കാരിയുടെയെങ്കിലും മൊഴി പോലീസ് രേഖപ്പെടുത്തണം. പരാതിയിൽ കഴമ്പുണ്ടോ, പരാതിയുടെ ഗുരുതരാവസ്ഥ എന്താണ്? ഇത് വളരെ ഗൗരവമുള്ള ഒരു കേസാണ്. തന്നെയല്ല, മറുപക്ഷത്തെ പ്രതിയായി നിൽക്കുന്നത് ഒരു MLA ആണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന യുവജന വിഭാഗം പ്രസിഡന്റാണ്, ആയിരുന്നയാളാണ്. അപ്പം അതീവ ഗൗരവത്തോടെയും സൂക്ഷ്മതയോടെയും ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെയും വേണം പോലീസിന്റെ അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഈ 24 hours എന്ന് പറയുന്നത് വലിയൊരു സമയത്തിന്റെ അല്ല. ഈ സമയത്തെ ഒളിവിൽ അതായത് ആന്റണി സാർ വലിയ വായിൽ വെല്ലുവിളിയൊക്കെ നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമയത്ത് ഒളിവിൽ പോകുന്നതിന് ഒറ്റ കാരണമല്ലേ ഉള്ളൂ, അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കി ജാമ്യം നേടുക എന്നൊരൊറ്റ കാര്യം. അതിന് സൗകര്യം ഒരുക്കുന്ന ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് സംശയിക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഡയറക്റ്റായിട്ട്. ഇല്ല ഗോപികൃഷ്ണ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അയാൾ ഈ വിവരം അപ്പോൾ തന്നെ അറിഞ്ഞു. അപ്പോൾ തന്നെ അയാൾ അവിടെ നിന്നും മാറി എന്ന് തന്നെയാണ് നമുക്ക് അന്നേരം തന്നെ ചാനലുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു MLA പോലെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാൾക്ക് എവിടെ വേണമെങ്കിലും മറയാൻ പറ്റും. നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്ന ആളെന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴും അതിനകത്ത് കണ്ടിട്ട് വേണ്ടേ തിരിച്ചറിയാൻ. കാരണം എവിടെയും ഒളിവിൽ പോകാം, പല രീതിയിലുണ്ട്. ഞാനത് ഏത് രീതിയിൽ പോകാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അതെല്ലാം ശരി ആന്റണി സാർ. ഇന്നലെ രാഹുൽ, നമുക്ക് കിട്ടിയ വിവരം ഞാൻ ആന്റണി സാറിനോട് പറയാം. ഇന്നലെ ഇത് വന്ന ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇന്ന് രാവിലെ 2 സമയങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ ഓൺ ചെയ്ത് ഓഫ് ആയിട്ടുണ്ട്. 2 സമയങ്ങളിലായിട്ട്. ഈ നമ്മുടെ ഈ സാങ്കേതിക സൗകര്യങ്ങളുടെ ഈ കാലത്ത് പല മാർഗങ്ങളുണ്ടല്ലോ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ. അതെ, അപ്പം ഇന്ന് 2 പ്രാവശ്യം ഫോൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ലൊക്കേഷനാണോ ഫോണിൻ്റെ ലൊക്കേഷനാണോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ആരുടെ കയ്യിലാണ് ആ ഫോൺ ഇരിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പേരിലൊന്നും നമുക്ക് ഉറപ്പായിട്ടും രാഹുൽ മാക്കൂട്ടം ആ ലൊക്കേഷനിൽ തന്നെ ഉണ്ടെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ആരും ഇതിനകത്ത് ഈ ഒരു വിഷയം പ്രശ്നമായി വരുമ്പോഴത്തേക്ക് ആരും അതിൻ്റെ നമ്മൾ സാധാരണ നിലയിൽ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ അവർ പെട്ടുപോകും. അപ്പോൾ അതല്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ള ആൾക്കാരും അതിനുള്ള അറിവും പ്രാപ്തിയും ശേഷിയുമുള്ളവരാണ്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ആ രീതിയിൽ കരുതേണ്ടതില്ല. രാഹുൽ മാക്കൂട്ടത്തിന് ഇപ്പം പാലക്കാട് ടൗണിൽ നിന്ന് നിൽക്കുന്ന നിൽപ്പിൽ മറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം രാഹുൽ മാക്കൂട്ടത്തിന് കാണും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബന്ധങ്ങളും അതിന് അത്രയ്ക്ക് സഹായികളും പല രീതിയിലുള്ള ഒളിവിൽ പോക്കിന് സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഘടകങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഒരു പ്രത്യേകിച്ചും അങ്ങനെ ഒരു അവസ്ഥ മാറിയേ നോക്കൂ. കാരണം മുൻകൂർ ജാമ്യം അല്ലാതെ അയാൾക്ക് പ്രാപിക്കാൻ വേറെ ഒന്നുമില്ല. വസന്ത്, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെ പാലക്കാട് MLA അറസ്റ്റിലേക്ക് എത്തുന്ന ഈ സംഭവ വികാസങ്ങളൊക്കെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയല്ലേ? നിങ്ങൾ എങ്ങനെ അതിനെ പാച്ചപ്പ് ചെയ്യാൻ, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി? അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീമതി സജിന പറഞ്ഞു, വനിതാ നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച് ഈ വിഷയത്തിൽ ഈ അതിജീവിതയെ കൂടി കണ്ട് അവരിൽ നിന്ന് കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു അന്വേഷണവും നടപടിയും ഒക്കെ വേണമെന്ന്. അതിനോട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്?
അല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ ചർച്ചകളിലെല്ലാം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ, ഞങ്ങളുടെ സ്റ്റാർ ഇലക്ഷൻ സ്ട്രാറ്റജി അജണ്ട എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഞങ്ങൾ വാസവനെയാണ് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സായി കൊണ്ടുപോയി നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ, അത് ഹിന്ദു ക്രിസ്ത്യൻ മുസൽമാൻ എന്നൊന്നുമില്ല, കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നമാണ് ശബരിമല. ആ ശബരിമലയിൽ ഏതാണ്ട് 1500 കോടി രൂപ മിനിമം വരുന്നൊരു തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി അടക്കം അറസ്റ്റിലാകാൻ പോകുന്ന അവസാനത്തെ മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകളെ പറ്റി ഞങ്ങൾ ജനങ്ങളുമായി സംവദിക്കും. അപ്പോൾ ജനങ്ങൾ ഞങ്ങളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറയും, പി കെ ശശിയുടെ, ശശീന്ദ്രന്റെ, ഈ പറയുന്ന മറ്റുള്ള മന്ത്രിമാരുടെ മുഴുവൻ, മുകേഷ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ CPM എടുത്തിട്ടില്ലാത്ത തെളിമയുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ജനങ്ങളുമായി സംവദിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത് ഞങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്യും. പിന്നെ സജിന മുമ്പോട്ട് വെച്ച കാര്യം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിലെ ഉമാ തോമസ് അടക്കം ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള വനിതാ നേതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരാതിക്കാരിയുടെ വിഷയം പരിഗണിക്കാൻ വനിതാ നേതാക്കളെ വെച്ചൊരു കമ്മീഷനെ ഉൾപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതിജീവിത അവർ ഈ കമ്മീഷന് മൊഴി നൽകാൻ തയ്യാറാണോ? കോൺഗ്രസിന്റെ കമ്മീഷന് മൊഴി നൽകാൻ ഒരു BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അങ്ങനെയുള്ള ഒരാൾ ആകുമോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പന്ത് ഞങ്ങളുടെ കോർട്ടിലല്ല. പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും വനിതാ അംഗങ്ങളെ വെച്ച് ഒരു കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നില്ല. അല്ല, സജിനയുടേത് വ്യക്തിപരമായ ആവശ്യമാണ്. അയ്യോ, വ്യക്തിപരമല്ല. അവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സജിന ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരു സംഘടനാ ചുമതല വഹിക്കുന്ന വ്യക്തിത്വമാണ്. സജിന അല്ല, നോക്കൂ ഗോപികൃഷ്ണൻ, ഞാനിവിടെ വന്നിരിക്കുന്നത് വസന്ത് തെങ്ങുംപള്ളി എന്ന് പറയുന്ന വ്യക്തിയായിട്ടല്ല. എന്നെ ഔദ്യോഗികമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ചതിന്റെ പുറത്താണ്. എന്താണ് അതിന്റെ ടെക്നിക്കാലിറ്റി എന്ന് അങ്ങേക്കും അറിയാമല്ലോ. അതുപോലെ യൂത്ത് കോൺഗ്രസ് എന്ന് പേര് വെക്കാൻ സജിനയ്ക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്, ഞങ്ങൾ ഒരേ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരാണ്. സജിന യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലപാട് പറയാനാണ് ചാനലിൽ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സജിനയ്ക്ക് സജിനയുടെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. അത് ഈ പാർട്ടി എല്ലാ കാലത്തും അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അത് അവർ പറയുന്നു. ആ പറയുന്ന അഭിപ്രായത്തെ എങ്ങനെ എടുക്കണമെന്ന് പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കും. നോക്കൂ, ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തു. നിലവിൽ ഞങ്ങളുടെ കയ്യിലല്ല കേന്ദ്ര ഭരണമോ സംസ്ഥാന ഭരണമോ. ഞങ്ങൾക്ക് യാതൊരു തരത്തിലും നിയന്ത്രിക്കാനോ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റുന്ന ഒരു അന്വേഷണ സംവിധാനമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസല്ലേ, അവരന്വേഷിക്കട്ടെ. പിണറായി വിജയന്റെ പോലീസല്ലേ. കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന കപ്പാസിറ്റിയിലാണോ സജിന ഈ പരാതി നൽകിയിരിക്കുന്നത്, അതോ സജിന എന്ന വ്യക്തിയാണോ? യൂത്ത് കോൺഗ്രസിന്റെ വനിതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ്. അല്ല, ഒരു കാര്യം ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞത് സജിനയുടെ പരാതിയുടെ ഐഡന്റിറ്റിയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഈ ചർച്ചയിൽ അവർ പങ്കെടുക്കുന്നത് ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിന് വേണ്ടി അല്ല എന്ന് ഞാൻ രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ സജിന? തീർച്ചയായും ഔദ്യോഗികമായി യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെതായ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി, അതിലൊരു വനിതാ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ സംഘടനയിലെ വനിതകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതും പൊതുജന മധ്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിൽ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഇരട്ടത്താപ്പില്ല എന്നും ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പരാതിയുമായി AICCക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയപ്പെടുന്നത് ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് വയനാടിൻ്റെ MP ആണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആരോപണ വിധേയനായ ഒരു MLA, ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന MLA തുടർന്ന് ഈ പാർട്ടിയിൽ ഒരു അന്വേഷണങ്ങളും ഇല്ലാതെ കൊണ്ടുപോകുന്നതിലുള്ള അതൃപ്തിയാണ് ഞാൻ എൻ്റെ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി, ശ്രീ ജിതിൻ ദേവ്, താങ്കളുടെ മറുപടി. ഇവിടെ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ഷിജു ഖാനും അതേപോലെ തന്നെ റിട്ടയർഡ് SP-ക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച പരാതിയല്ല. ആൾറെഡി ഈ സംസ്ഥാനത്തെ പോലീസ് ഒരു FIR ഇട്ടിട്ടുള്ള ഒരു പരാതിയാണ്. ഇതിനകത്ത് ഒന്നിലധികം ഇതിനനുബന്ധമായിട്ടുള്ള പരാതികൾ പല ഭാഗത്തു നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്.
നോക്കൂ, അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഒരു പരാതി കൊടുക്കാൻ വന്ന പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് പരാതി കൊടുത്തത് എങ്ങനെയാണ് മാധ്യമങ്ങൾ അറിഞ്ഞത്? ആരാണ് മാധ്യമങ്ങളെ അവിടെ ക്ഷണിച്ചു വരുത്തിയത്? മുഖ്യമന്ത്രിയോട് പറഞ്ഞ പരാതി നിമിഷങ്ങൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ചാരന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടോ? അപ്പോ ഇതൊരു സുപ്രഭാതത്തിലെ പരാതിയല്ല. 2 ദിവസം മുമ്പ് പുറത്തു വന്ന ഒരു വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ നിലവിലുണ്ട്. ആ ചാറ്റിനെ അടിസ്ഥാനമാക്കി വേണമെങ്കിൽ പോലീസിന് കേസെടുക്കാമായിരുന്നു, ഇയാളെ പ്രതി ചേർക്കാമായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടി സധൈര്യം വന്ന് പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് മുമ്പ് വരാൻ തയ്യാറായി. ആ നിസ്സഹായ ഒരു പെൺകുട്ടിയുടെ പരാതി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് നിങ്ങൾ. എന്നിട്ട് അത് വിളിച്ചു പറയുന്നവരെ നിങ്ങൾ അത് തെറ്റായ വാദമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കുകയാണോ? അത് വെച്ച് രാഷ്ട്രീയം കളിക്കാൻ നോക്കുവാണ് നിങ്ങൾ. നിങ്ങൾ ശബരിമലയിൽ നടത്തിയ തീവെട്ടിക്കൊള്ള മറച്ചു വെക്കാൻ കിട്ടിയ ഒരു ആയുധമായിട്ട് മാങ്കൂട്ടത്തിലെ മാറ്റി നിങ്ങൾ ചെയ്യേണ്ടത് അയാളെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്കൂ. തിങ്കളാഴ്ച അയാളുടെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിന് മുമ്പ് അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളുടെ ഔദ്യോഗിക വാഹനമെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ഏത് പൊത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. അതിന് പകരം നിങ്ങൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ മാങ്കൂട്ടത്തിനെ തൂക്കിയെടുത്ത് ജയിലിലിട്ടിട്ട് നിങ്ങൾ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് LDF-നോട് പറയാനുള്ളത്. അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ 2 കൂട്ടരെയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ട് ഈ കേരളത്തിന്റെ പ്രബുദ്ധ കേരളം നിങ്ങളെ വിലയിരുത്തും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന BJP നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പിൻവലിക്കണം. അത് അപക്വമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. BJP പോലൊരു പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ അത് അങ്ങനെ ഒരു ഭാഗം പോലും പറയാൻ പാടില്ല എന്നാണ് എനിക്ക് എന്റെ സമയമാണ് എന്നെ ഇപ്പൊ സ്റ്റുഡിയോയിൽ നിന്ന് ഇനി 1.5 മിനിറ്റേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ ഒരു പരാതി കൊടുത്ത ഒരു യുവതിയെ ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ കളികളാണ് എന്ന് സമർത്ഥിക്കാൻ BJPയെ പോലൊരു പാർട്ടിയുടെ നേതാവ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ സതുദ്ദേശപരമായി അങ്ങയെ ഓർമ്മിപ്പിച്ചതാണ്. അങ്ങ് അത് സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, ഞാൻ അങ്ങയെ ഓർമ്മിപ്പിച്ചതാണ്. 2, ഇപ്പോൾ രാഹുൽ ഇപ്പോൾ ഈ കേസ് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കും. എവിടെ പോകാൻ എവിടെ ചെന്നാലും അറസ്റ്റ് ചെയ്തിരിക്കും. അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കും. കേരളം ഇടതുപക്ഷമാണെങ്കിൽ ഈ രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ്റും സംവിധാനങ്ങളും ഉണ്ടല്ലോ. രാജ്യം വിട്ടുപോയാൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനവും ഇന്ത്യയിൽ ഇന്ന് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല, ശക്തമായ നടപടി സ്വീകരിക്കും. പിന്നെ ഞാൻ ഈ ചർച്ച കാണുന്നവരെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളൊരു നിസാര പുള്ളിയെക്കുറിച്ചല്ല ഗോപികൃഷ്ണ ചർച്ച ചെയ്യുന്നത്. ഭ്രൂണഹത്യ നടത്തിയ സ്വന്തം ചോരയെ ഹനിക്കാൻ സ്വന്തം ചോര ഒരു ഭ്രൂണമായി വളരുന്നതിന് ഹത്യ നടത്താൻ ഗൂഢാലോചന ചമച്ച് അതിനുവേണ്ടിയുള്ള പദ്ധതി ഒരുക്കിയ ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഗുണ്ടകളില്ലേ, നമ്മുടെ നാട്ടിൽ കൊടും ക്രിമിനലുകളില്ലേ, നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരില്ലേ? സ്വന്തം ചോരയോടുള്ള ആളുകളുടെ സമീപനവും പെരുമാറ്റവും ഗോപികൃഷ്ണ ഒന്ന് ആലോചിക്കണം. എത്ര കാലം ജയിലിലടയ്ക്കപ്പെട്ട് ഒട്ടേറെ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകളടക്കമുണ്ട്. സ്വന്തം ചോരയോടുള്ള, സ്വന്തം കുഞ്ഞിനോടുള്ള അവരുടെ സമീപനം നമ്മൾ എന്താ? അപ്പം അത്തരം ക്രിമിനലുകൾക്കുമെല്ലാം അവർക്ക് പോലും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അതിനുമപ്പുറത്തെ കൊടും ക്രൂരനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 24 മണിക്കൂർ അയാൾ എവിടെ പോയി ചോദിക്കാതിരുന്നാൽ സ്വന്തം കുഞ്ഞിനെ ചോരയെ ഭ്രൂണഹത്യക്ക് നേതൃത്വം കൊടുത്ത ആളെക്കുറിച്ചാണ്. അയാൾ നിസ്സാര പുള്ളിക്കാരനല്ല. ഞാൻ വളരെ ശക്തമായി അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നു. പോലീസ് അന്വേഷിക്കും, കണ്ടെത്തിയിരിക്കും, നടപടി സ്വീകരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാനുള്ളൂ. ബസന്തിന് ഞാൻ ഒരു കാര്യം, ബസന്തെ, നിങ്ങളെപ്പോലുള്ളവർക്ക് ചർച്ചയിൽ വരേണ്ടി വരും, അതൊക്കെ നിങ്ങളുടെ ജനാധിപത്യം. പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, സജ്ജനയെ പോലുള്ള ഒരാൾക്ക് വേറെ എന്ത് ഒരു സ്ത്രീയാണ്, നിങ്ങൾ ചിന്തിക്കണം. ഒരു സ്ത്രീയാണ്, ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുന്നു, ഗർഭം ധരിച്ച ശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നു. ഒരു സ്ത്രീയോട് ചോദിക്കണം, നിങ്ങളുടെ അമ്മയോട്, നിങ്ങളുടെ പെങ്ങളോട്, നിങ്ങളുടെ സഹോദരങ്ങൾ സ്ത്രീകളുണ്ടെങ്കിൽ ചോദിക്കണം, എന്താണ് നിർബന്ധിത ഗർഭഛിദ്രം ഒരു സ്ത്രീയിൽ ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നം മാത്രമല്ല,
മാനസിക ആഘാതം എന്താണെന്ന് നിങ്ങൾക്ക് സ്ത്രീകളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ബസന്തിന്റെ അഭിപ്രായമായിരിക്കില്ല സജിനയുടെ അഭിപ്രായം. യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക അഭിപ്രായമാണോ അനൗദ്യോഗിക അഭിപ്രായമാണോ എന്നല്ല. കേരളത്തിലെ സ്ത്രീകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗർഭഛിദ്രത്തിന് അവരെ കൊലയ്ക്ക് കൊടുക്കാൻ, കുഞ്ഞിനെ കൊന്നത് മാത്രമല്ല ആ സ്ത്രീയെ കൊലയ്ക്ക് കൊടുക്കാൻ കൂടിയല്ലേ ഇത്തരം അശാസ്ത്രീയമായ മരുന്നുകൾ. ശരി, പാലക്കാട് MLA കണ്ടവരുണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും MLA പിടികൂടാൻ കഴിയാത്തതെന്ത് എന്ന ചോദ്യത്തിന് വരും മണിക്കൂറുകളിൽ കേരള പോലീസ് ഉത്തരം നൽകട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ രാഹുലിന് മുന്നിൽ വഴിയെന്ത് എന്നത് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നു. ആ ചോദ്യം അവിടെ നിൽക്കുന്നു. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.